ഹായ് ഫ്രണ്ട്സ്. രാവിലെ നമ്മുടെ ഗപ്പിയുടെയൊക്കെ കുളത്തിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മുടെ ആദ്യത്തെ പോക്ക്. രാവിലെ തന്നെ എല്ലാത്തിനും ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ ഫ്ലവറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും നമ്മുടെ ചാർലി എപ്പോഴും നിൽക്കുന്നൊരു സ്ഥലം ഇതാണ്. ഞാൻ എങ്ങോട്ട് തിരിയുന്നു അവിടെ ചാർലി വരും. അങ്ങനെ അവനറിയാം രാവിലെ ഞാൻ മീൻ തീറ്റി കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ നേരെ ഗപ്പിയുടെയൊക്കെ ടാങ്കിൻ്റെ അവിടെ പോയി. ഇതാണ് ഞാൻ കൊടുക്കുന്ന മീൻ കൊടുക്കുന്ന തീറ്റയും. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഗപ്പിക്കുളത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗപ്പിയുടെ കുഞ്ഞാണെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ സംഭവം വാൽമാക്രിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പം തവളയുടെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നതൊക്കെ. ഇതിനി എങ്ങനെ ഒഴിവാക്കുമെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് നോക്കി നമ്മുടെ മീനൊക്കെ നമ്മുടെ ഈ ഫോസ്റ്റേലിൻ്റെ അടിയിലാണ് കിടക്കുന്നത് കേട്ടോ. അതിനകത്ത് ഫുൾ ബ്ലാക്കിൻ്റെ ഫീമെയിലും പിന്നെ വേറെ എന്തോ ഒരു ടൈപ്പ് ഗപ്പിയാണ് കിടക്കുന്നത്. ഇതിൽ മിക്സഡ് ഗപ്പിയാണ് കിടക്കുന്നത്. ഇതിനകത്ത് മൊത്തം മിക്സഡ് മീൻ. ഇതെല്ലാം അത്യാവശ്യം നല്ലപോലെ തവളയുടെ വാൽമാക്രി ഉണ്ട്, തവള കുഞ്ഞുങ്ങളുണ്ട്. എങ്ങനെ വന്നെന്ന് അറിയത്തില്ല, ഒരു പിടുത്തമില്ല. അപ്പോൾ നല്ല മഴയും കൂടെ ആയതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയത്തില്ല ഫ്രണ്ട്സ്. ഈ കാണുന്ന ഇതിപ്പം തവളയുടെ മുട്ടയാണോ എന്നൊരു പിടുത്തമില്ല. അപ്പോൾ എന്തായാലും ഞാനത് കളഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്, ഈ കുളത്തിൽ മൊത്തം. എന്ത് ചെയ്യാനൊക്കെ എങ്ങനെ ഒഴിവാക്കുമെന്നൊരു പിടുത്തമില്ല. ഇനി ഫുള്ള് നെറ്റിട്ട് വെച്ചേ പറ്റൂ. അങ്ങനെ അതും എല്ലാം കോരി കളഞ്ഞു. ഒരു നൂല് പോലെ ഇഷ്ടത്തിലൊക്കെ ഒരു കടുകിൻ്റെ മണി പോലെ ഇഷ്ടം പോലെ മുട്ട. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കണേ. അപ്പോൾ ഓക്കെ, ബായ്.